അസ്സലാമു അലൈക്കും. ഇനിയിപ്പോൾ ഓണസദ്യയുടെയൊക്കെ സമയമാണ്. അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പച്ചടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റിലും ബീട്രൂട്ടിലുമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ പച്ചടി. അപ്പോൾ അതിനായി 2 വലിയ ക്യാരറ്റും 1 ബീട്രൂട്ടും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്ത് ക്യാരറ്റും ബീട്രൂട്ടുമാണ് ഈ ഇരിക്കുന്നത്. ബീട്രൂട്ടിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാസ്യവും വൈറ്റമിൻ എയും ഒക്കെ അടങ്ങി ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പം പ്രഷറൊക്കെ ഉള്ളവർക്ക് ഈ ബീട്രൂട്ടൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് പച്ചടി തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത്, അപ്പോൾ ഞാനൊരു ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് ഈ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ തട്ടിക്കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പിൽ ചെറിയ തീയിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, വളരെ കുറഞ്ഞ അളവിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇത് ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അങ്ങനെ വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറു തീയിലിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഉപ്പ് ഞാനിപ്പം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അവസാനം നമുക്ക് ഇതെല്ലാം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെക്കാം. അതിന് ശേഷം ഞാൻ ഇതിന് അരപ്പ് തയ്യാറാക്കുന്നത് തേങ്ങ നമ്മൾ ചിരട്ടയിൽ നിന്നൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സാധാരണ തേങ്ങ എടുക്കാറുള്ളത്. ഞാൻ അങ്ങനെ ചിരകി എടുക്കാറില്ല. അപ്പോൾ ചിരകി എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു 1/4 മുറി തേങ്ങ എടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് ഇതിൽ മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ജീരകമാണ്. ജീരകവും 1 ടീസ്പൂൺ അളവിൽ ജീരകവും 1 ടീസ്പൂൺ അളവിൽ കടുകുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതായത് ഒരുവിധം നന്നായിട്ട് അടിച്ചെടുക്കാം. കൂടെ 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരി അനുസരിച്ച് ഞാൻ വീണ്ടും 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം 1 പച്ചമുളക് മാത്രമേ അരയ്ക്കാനായിട്ട് ചേർക്കുന്നുള്ളൂ. അങ്ങനെ അരപ്പെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതീയിലിട്ടതാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. നല്ല ഒരു പച്ചടിയാണിത്. നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാനും ഓണത്തിനോട് തയ്യാറാക്കാനും ഒക്കെ പറ്റിയ ഒരു പച്ചടിയാണ് ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ടുള്ളത്. നമ്മൾ ബീട്രൂട്ട് മാത്രം വെച്ച് പച്ചടി ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പം ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്, കളർഫുള്ളുമാണ്, നമുക്കിത് തയ്യാറാക്കാൻ എളുപ്പവുമാണ്. അങ്ങനെ അരച്ചെടുത്ത അരപ്പെല്ലാം ഇതിലോട്ട് ചേർത്ത് ആ ജാറൊക്കെ കഴുകി ഒരല്പം വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ച് ഒന്നുകൂടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ അരപ്പൊക്കെ ഈ ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നവർക്ക് അരിഞ്ഞെടുക്കാം. പക്ഷേ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതിലും നല്ലത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോഴും നല്ല ഒരു ടേസ്റ്റാണ് ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പം അരിഞ്ഞെടുക്കുന്നവർക്കാണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 1 പച്ചമുളക് ചേർത്തപ്പോൾ എരിവൊന്ന് നോക്കിയപ്പോൾ കാണാം എരിവ് കുറവുണ്ട്. അതെല്ലാം വെന്ത് പാകമായി കിട്ടിയപ്പോഴത്തേന് എരിവ് കുറവുണ്ട്. അപ്പം പിന്നെ ഞാൻ 1 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 പച്ചമുളക് ചേർത്ത് ഞാൻ ഈ പച്ചമുളകിൻ്റെ എരിവ് എനിക്ക് അത്ര വശമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കാരണം എരിവുള്ള പച്ചമുളകാണെങ്കിൽ എരിവ് കൂടിപ്പോയാലും പച്ചടി അത്ര നമുക്ക് രുചിക്കത്തില്ല. അപ്പം നോക്കിയപ്പോൾ കാണാം എരിവ് കുറവുണ്ട്. അതുകൊണ്ടാണ് 1 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തത്. അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
അല്ലെങ്കിൽ അരയ്ക്കാൻ നേരത്ത് 2 പച്ചമുളക്. അത് നമ്മൾ ഈ എടുക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടിനും അനുസരിച്ച് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ്. കാരണം നമ്മുടെ ക്യാരറ്റിനും ബീട്രൂട്ടിനും പുളിയില്ലാത്ത വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന നല്ല പുളിയുള്ള തൈരാണ്. അത് ഒരു കപ്പ് അളവിൽ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച് വെന്ത് കിടക്കുന്ന ഈ ക്യാരറ്റിലോട്ടും ബീട്രൂട്ടിൻ്റെ കൂട്ടിലോട്ടും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച വശം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് പിന്നെ വറവിട്ട് കൊടുക്കാം. പിന്നെ അടുപ്പിൽ വെച്ച് തന്നെ വറവിടേണ്ട, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് വറവ് തയ്യാറാക്കാം. അങ്ങനെയാണ് ഞാൻ ഈ പച്ചടി തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. പിന്നെ പച്ചടി കുറച്ച് ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് മുതൽ ആവശ്യത്തിന് കുറച്ച് വെളിയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 2-3 ദിവസം ഈ പച്ചടി വെച്ചിരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. തണുക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള പച്ചടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ പച്ചടിയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഒരല്പം ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അങ്ങനെ വളരെ ടേസ്റ്റിയും വളരെയധികം ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് ക്യാരറ്റ് പച്ചടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിന് വറവിട്ട് കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് തട്ടിക്കൊടുത്ത വശം കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യാൻ നേരത്താണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ട് ക്യാരറ്റ് പച്ചടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊരു പച്ചടി തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ സെർവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ കടുക് വറുത്തതെല്ലാം ഇതിലെ എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ സെർവിങ് ബൗളിലോട്ട് മാറ്റി കാണിക്കാം. അപ്പോൾ അങ്ങനെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള, ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സദ്യകളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കളർഫുള്ളായിട്ടുള്ള പച്ചടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.